അരി ഉഴുന്നൊന്നും അരയ്ക്കാതെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്കിതിനായിട്ട് ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. പച്ചരി എടുത്ത് ഇത് നന്നായിട്ട് ഒന്ന് കുതിരാനായിട്ട് വെള്ളം ഒഴിച്ച് ഒരു 4 മണിക്കൂർ അടച്ചു വയ്ക്കുക. അതിനുശേഷം നന്നായിട്ട് കഴുകിയെടുക്കാം. ഒരു ചെറിയൊരു കപ്പ് കണ്ടില്ല, ഒരു തവിയോളം ചോറ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ പുഴുങ്ങി തൊലിയെല്ലാം കളഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. ഇത് അരയാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. അതെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി കറി തയ്യാറാക്കാം. പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എണ്ണ ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ജീരകം, ഒരു തണ്ട് കരിവേപ്പില, ഒരു ചെറിയ സവാള അരിഞ്ഞത്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി അങ്ങനെ ചുമക്ക കളറൊന്നും ആവേണ്ട ആവശ്യമില്ല, ഒന്ന് വന്നാൽ മതിയാവും. അതിലേക്ക് ഒരു 2 തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ചട്നി അല്ല, ഇതിനൊരു കറിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു ടൊമാറ്റോ കറിയാണിത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളി അതിൽ നന്നായിട്ട് വെന്ത് കിട്ടണം. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് വരാനായിട്ട് നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. തക്കാളി സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയൊരു ഉരുളക്കിഴങ്ങ് വേവിച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കാം. ഈ കറി ചപ്പാത്തിക്കും ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ ഉള്ള നല്ലൊരു കറിയാണിത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിലേക്ക് ഇതെല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരാനായിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം നന്നായിട്ട്. മഞ്ഞൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ അനുസരിച്ച് പ്രൊപ്പോർഷനായിട്ട് നമ്മൾ കഷ്ണങ്ങളെല്ലാം ഒന്ന് കൂട്ടിയാൽ മതിയാവും. ഉപ്പും എല്ലാം നോക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനെ ഒന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ച് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവാനായിട്ടാണ് ഇത് അടച്ച് വെച്ചത്. റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള കറി തയ്യാറായിട്ടുണ്ട്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസേ ഉള്ളതാണ്, നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. പൊട്ടറ്റോ ദോശയും തക്കാളി കറിയും നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
നമ്മൾ അരച്ച് വെച്ച മാവിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിയില, ഒരു ചെറിയൊരു സവാളയുടെ പകുതി, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തലേദിവസം അരച്ചൊന്നും വെക്കുന്നില്ല, നമ്മൾ അരച്ചതിന് ശേഷം ഒരു അരമണിക്കൂറൊക്കെ മതിയാവും. കറി തയ്യാറാക്കുന്ന സമയം കൊണ്ട് നമുക്കിതെല്ലാം റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണ ഒന്ന് തേച്ച് കൊടുക്കാം. അതിൻ്റെ പാനിലെ എല്ലാ വശത്തേക്കും അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഓരോ തവി മാവ് നമ്മുടെ എത്ര വലിപ്പം വേണം അതനുസരിച്ചുള്ളത് തയ്യാറാക്കിയെടുക്കുക. ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട്. അതിന് ശേഷം ഇത് രണ്ട് സൈഡ് മൂക്കേണ്ട ആവശ്യമില്ല. കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഇതുപോലെ നമുക്ക് തയ്യാറാക്കാം. ഇതിന് കറിയൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇതിനകത്ത് നമ്മളിതൊക്കെ ക്യാരറ്റും ഒക്കെ ഇട്ടിട്ടുണ്ട്. നല്ലൊരു വെജിറ്റബിൾ ദോശയുടെ മണവും ടേസ്റ്റും ഒക്കെ വരും. പിന്നെ പൊട്ടറ്റോ ഒക്കെ അരച്ച് ചേർത്തിട്ടുള്ളതല്ലേ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതുപോലെ ബാക്കിയിരിക്കുന്നതെല്ലാം നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കിയ പൊട്ടറ്റോ ദോശയും അതുപോലെ തക്കാളിക്കറിയും ഇടയും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.